ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കാൻ പോവാണ് ബേഡ് വാർസ് 1v1. അത് ഇതെന്താ നോക്കാം. ഇതെന്താ ബ്ലാക്കാ? ബ്രിഡ്ജ് ചെയ്യാം. ഇന്നത്തെ പിന്നെ പുതിയ ടെക്സ്ചർ പാക്കിലാണ് കളിക്കണം. ടോറി എന്ന് പറഞ്ഞത് പൊട്ടാനുണ്ടാക്കിയതാണ്. ആ പൊട്ടാൻ വീണ്. അയ്യോ, ഞാൻ വീണ്. അവിടെ എങ്ങനെ ബ്ലോക്ക് വെച്ച്? പിന്നെ മോഷൻ ബ്ലർ ഉണ്ട് ഇതിലും. ഗെയിമിലെല്ലാം എഡിറ്റ് ചെയ്യാൻ നേരത്താണ് മോഷൻ ബ്ലർ. ഇത്തിരി ബട്ടർഫ്ലൈ ട്രൈ ചെയ്തതാ, പറ്റിയില്ല. ബട്ടർഫ്ലൈ ഒന്നും പറ്റില്ല ഇവനായിട്ട്. നിന്ന് നട്ടടി കാണാം ഈ ചക്കൻ. ദേഷ്യം കയറുമ്പോൾ പിന്നെ നോർമലായിട്ട് അടിക്കും. ഇത് തീർന്നു, കഴിഞ്ഞു. ഹാഫാട്ടില്ല വരട്ട. ടെക്സ്ചർ പാക്കിൽ പിന്നെ എന്താണ്, നൈറ്റാണ് സ്കൈ. സ്കൈയിൽ പിന്നെ അവൻ്റെ പേരുണ്ട് ടോറി. ദൈവം പ്രോയാണ്. ഇതിലിപ്പോൾ ഇത് ചെയ്യേണ്ട മര്യാദക്ക് പൊട്ടിച്ച് പോയാൽ മതിയായിരുന്നു. മറ്റേ സാധനം ബട്ടർഫ്ലൈ വെച്ച് ബ്ലോക്കില്ല. തോപ്പിച്ച് PvP ഞാൻ ആനയിൽ നല്ലോണം കളിക്കുന്നുണ്ട്. PvP ആനയിൽ നല്ലതായിട്ട് കളിക്കാൻ എനിക്ക്. പൊട്ടൻ എന്താണ് കാണിക്കണം. ബ്രിഡ്ജ് ഞാനും തിടും, പക്ഷെ അവനാ ചാവൂല. അതെനിക്കറിയായിരുന്നു. പാടും വെച്ചടിച്ചെങ്കിൽ അവൻ ഇത്തിരി കൂടി ഡാമേജ് കിട്ടിയാണ്. 2 അടി കൊടുത്തെങ്കിൽ ചത്താൻ. ഇത് എമറാൾഡ് ഉണ്ട് അവിടെ 2 എണ്ണം. അതൊന്നും എടുക്കണ്ടേ. ഇവിടെ നിന്ന് ഉണ്ടാൻ പറ്റില്ല കേട്ടോ, എന്താണെന്നറിയില്ല. പൊട്ടനും കൂടെ ഇറങ്ങും. മണ്ടൻ തന്നെ, പൊട്ടൻ തന്നെ. അവനുന്തിയിടും അപ്പുറത്തേക്ക്. എമറാൾഡ് കളയാനാണ്. പോയിക്കോ. ഇവിടെ ബ്രിഡ്ജ് ചെയ്ത് പോകാൻ നോക്കും, പക്ഷെ ബ്രിഡ്ജ് ഓൾറെഡി ഉണ്ടല്ലോ. ഞാൻ ബ്ലോക്ക് ചെയ്യും. പൊട്ടൻ വീണ്ടും വീണു. അവിടെ അങ്ങനത്തെ സ്ഥലം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പൊട്ടൻ വീണു. മനസ്സിലാവും ഞാൻ ട്രാപ്പ് ചെയ്യുന്നത്. ചാടാൻ നോക്കിയതാ, വീണ്ടും തീടും. അറിയാൻ പാടില്ല ഞാനിവിടെ നിൽക്കണ്ടെന്ന്. എന്തിടും ഭാഗം എലിവിനെ തോപ്പിക്കും. കളി കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ഓടിയിട്ട് ഈ പ്രാവശ്യം ഇവനില്ല. ഈ പ്രാവശ്യം ഒരുത്തനാണ്. ഇവൻ ഭയങ്കര പ്രോയാണ്. ഇവനെ നോ ബെഡ് ഡിസ്ട്രോയിഡ്. അവൻ ഭയങ്കര പ്രോയാണ്. ആദ്യം ഞാൻ നൂബായിട്ട് കളിക്കും, പിന്നെ പ്രോയായിട്ട് കളിക്കുമ്പോൾ ഇവനെ തോപ്പിക്കും. ബ്രിഡ്ജിന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ കൊല്ലൂല, കൊല്ലാൻ പറ്റൂലല്ലോ. ഞാൻ അങ്ങോട്ടോട്. ഇതാണ് ഞാൻ ഉപതരെന്ന് പറഞ്ഞത്. ഇത് ലാഗ്സ് കണ്ടിട്ട് റിയൽ ലൈഫ് ലാഗ്സ് പോലെ ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലോ 3D ആയിട്ടും. ഫയർ ബോൾ സ്കെലിട്ടൺ അറിവിനെ കൊണ്ടുപോകാൻ ഭ്രാന്തൻ തന്നെ. പിന്നെ സ്പോർട്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്കെലിട്ടൺ അറിവ് ഉണ്ടാവും. അത് കയറി എന്നിട്ട് അവൻ്റെ ആട്ട് വന്നായിരുന്നു. അവനറിയാം ഫയർ ബോൾ അവനറിയാം.
അവനെറിയും ഇപ്പോൾ പോകുമ്പോഴേക്കും കണ്ടാ എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ രക്ഷപ്പെട്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കൂല. ഇവന് വട്ടാണ് ഭയങ്കര. പിന്നെന്താണ് ഈ കളി ഞാൻ ഇവനെ തോൽപ്പിക്കും എന്ന് വന്നത്. പക്ഷേ ഈ കളിയിൽ എന്താണ് അവൻ വിചാരിച്ചേക്കണം എന്താണെന്ന് അവൻ എന്നെ ഒരു പാഠം പഠിപ്പിക്കുവാണ്. എന്താണ് നമുക്ക് പണി തരൂലേ, എന്താണ് അപ്പോഴേ ഞാൻ എസ് എന്ന് പറയല്ല, നോ ബെഡ് ബ്രേക്കെന്ന്. പക്ഷെ അവസാനം ഇവൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം എനിക്ക് എസ് എന്ന് പറയേണ്ടി വരും. ഇവൻ 10 പ്രാവശ്യത്തേക്കുള്ള ചോദിക്കൂലേ. പിന്നെ ഇനി ഇതൊരു കളി കണ്ടോട്ടാ. ഇവൻ ഇനി കളി എന്താണ് ഗേൾസ് കളിക്കും അടുത്തേൽ. ഞാനിപ്പോൾ എന്താ ചെയ്യണം പറയുന്നുണ്ട്. ഇതിലല്ല കേട്ടോ അടുത്തേൽ കണ്ടോ തിരിച്ച് ഇവൻ വിചാരിച്ചിട്ടുണ്ട് ഞാനെന്താ കാണിച്ചെന്ന്. ഇവൻ സ്കെൽട്ടൺ ആർമിനെ കൊണ്ടുവരുമല്ലോ. അപ്പം ഞാനും അതേപോലെ ഒരു സ്കെൽട്ടൺ സ്പോൺ ചെയ്യും. ഇവനെങ്ങനെ കൊല്ലുന്നത് കണ്ടവരൊക്കെ നിങ്ങ തിരിച്ചെത്തു. നോ ബെഡ് ബ്രേക്ക് വീണ്ടും ഞാൻ വീണ്ടും പറയും നോ. ഈ കളിയിൽ ഈ മാപ്പിനെ ഞാനാണ് വോട്ട് ചെയ്ത. പിന്നെ 0 എന്ന് പറഞ്ഞ മാപ്പില്ലേ, അത് വരുമ്പോഴാണ് കണ്ടോട്ടാ ഞാൻ സ്കെൽട്ടൺ ആർമി സ്പോൺ ചെയ്യും. എന്നിട്ട് ഇവൻ അപ്പുറത്തോട്ട് ഉന്തിയിടും. അവൻ വീണപ്പോൾ ചിരി വരും എനിക്ക്. ഇനി കണ്ടോ ഇൻറ്റൻസ് മാച്ചാണിത്. സ്കെൽട്ടൺ ആർമി ഫയർ ബോളൊന്നും വാങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഫയർ ബോൾ വാങ്ങാൻ പറ്റും. അപ്പോഴൊക്കെ അവൻ വരും. കാരണം സ്കെൽട്ടൺ ആർമി വാങ്ങാൻ അവനത് ഇവിടെ നിന്ന് ഐറൻ എടുത്തിട്ട്. ഇതെന്താ ഒരു ബഗ്ഗാണ് ഈ ടെക്സ്ചർ പാക്കിൻ്റെന്ന് അറിയില്ല. 3 ഫയർ ബോൾ ചിലപ്പോൾ പറയാം അതെങ്ങനെ അവൻ്റെ റീച്ച് ഉണ്ട് കേട്ടോ. റീച്ചല്ല ചാടിയതാ. പക്ഷെ അവന് IQ ലെവലുണ്ടാവില്ല. ആണെങ്കിൽ എന്നിട്ട് ഇവൻ്റെ ആട്ട് കണ്ടോ ഞാൻ സ്കെൽട്ടനായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരാട്ടില്ല രക്ഷപ്പെട്ടാൽ. അതിന് ഞാൻ ഐറൺ ആർമർ പോലും ഉണ്ടായിരുന്നില്ല ഉണ്ടായാലും. ഐറൺ സോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ PvPയിലല്ല. ഇനി പറയാൻ ഹിന്ദിയിൽ പറയും. എനിക്കും അറിയാം ഹിന്ദി, ഞാനും ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കും. തൂ ചുപ്പ്, നീ മിണ്ടാണ്ടിക്കാൻ. എന്നിട്ട് ഈ കളിയിലാണ് കണ്ടോ. ഈ കളിയിലാണ് അവന് എന്താണ് സ്കെൽട്ടൺ ആർമി വെച്ച് ഉന്തി അപ്പുറത്തോട്ട് ഇടും. ശരി ചാത്തു. ഞാൻ അവനെ കൊല്ലാൻ നോക്കാൻ അവൻ മറ്റേ സാധനം കാണിച്ചോണ്ട് അടി നോക്കിയിട്ട് ബ്രിഡ്ജ് ചെയ്ത് പോയില്ലേ. അത് അടി നോക്കിയിട്ട് ബ്രിഡ്ജല്ല, അടി നോക്കി ബ്ലോക്ക് വെക്കൂല കുറേ. അത് എനിക്കത് മാക്സിമം 3 ചെയ്തിട്ടുള്ളൂ. അതിൽ ചെയ്തിട്ടില്ല. ഇനി ഞാൻ ഐറൺ ആർമർ വാങ്ങാൻ നോക്കും. പക്ഷെ പറ്റില്ല. ഇനി 20 അപ്പം ഞാൻ വിചാരിക്കും ഇതെന്ത് ഇങ്ങനെ വന്നു. സ്കെൽട്ടൺ വാങ്ങാൻ പറ്റാത്ത അതെന്താ അത്ര വന്നിട്ട്. ഇപ്പം സൈഡിട്ട് വെക്കുമ്പോഴാണ് കാണുന്നത്. ഒളിച്ചിരിക്കണം. ഇതിലുണ്ട് കണ്ടോട്ടാ. എന്നെന്താ വിളിക്കണേന്ന് കണ്ടോ നിങ്ങൾ. ഫയർ ബോൾ അറിയാം. സ്കെൽട്ടൺ ഫോൺ ചെയ്യും, ഞാൻ ഫോൺ ചെയ്യും. അവളിട്ട് എനിക്ക് ചിരി വന്നിട്ട് വയ്യായിരുന്നു. ഇപ്പോൾ വിളിക്കണുണ്ടോട്ടാ. ഇപ്പം എന്നെ വിളിക്കണുണ്ടോട്ടാ. ഇപ്പം എൻ്റെ സിഗ്മ മൂവ്മെൻ്റ് കാണാൻ പോണേനെ. അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ ഗൈസ് കമൻറ്റിൽ. അവൻ്റെ വാകുട്ടി ഞാൻ ഈ കളിയിൽ അടുത്ത കളിയിൽ അവൻ പോകും. വേറൊരാൾ വരും. വേറൊരാൾ വരും. പക്ഷേ ഞാൻ ഇത്തിരി പുറമായിട്ടുണ്ട് ഇപ്പം. ഈ കളിയിൽ ഇവന് ഫൈറ്റ് ചെയ്യാൻ വരില്ല. ഇവൻ എൻ്റെ ബെഡ് പൊട്ടിക്കണം. പൊട്ടൻ തന്നെ കേട്ടോ. ഞാൻ കൊല്ലൂല്ലേ മണ്ടൻ. ഞാൻ ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റും, പക്ഷെ ഞാൻ കൊല്ലൂല. അവനെ ഓടാനറിയാം. എനിക്ക് തോന്നുന്നു അവൻ കയ്യിൽ നിന്ന് തരുമ്പോഴത്തേക്ക് കള്ളനായിരുന്നത്. ബെഡ് ഡിസ്ട്രോയ് അവൻ പെട്ടെന്ന് എന്താണെന്നറിയില്ല, അവൻ ചത്ത് കളയും. എനിക്ക് ഈ പ്രാവശ്യം ഞാൻ സാധനം വാങ്ങി അവിടെ വിളിച്ചിരിക്കും. അല്ലെങ്കിൽ ആ പൊട്ടനെ അടിക്കും. ഈ പ്രാവശ്യം ഞാൻ ചൊറിയും. ഇങ്ങനെ അടിക്കും. മേടിച്ച് പ്രാവശ്യം അവന് ദേഷ്യം വരും. പക്ഷേ പൊട്ടൻ തന്നെയാണ്. ബെഡ് പൊട്ടിക്കൂലേ. ഞാനാ കൊല്ലും. ഈ കളി ഞാൻ ജയിക്കുള്ളൂ. നേരത്തെ കർമ്മ കിട്ടിയവന്. നേരത്തെ എൻ്റെ കയ്യിൽ ആർമർ
അത് ആർമറൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ്റെ കയ്യിൽ ആർമർ അയൻസോട് സ്കെൽട്ടൺ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ്റെ കയ്യിൽ അയൻസോഡുകൾ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ എക്സ്ട്രാ കറങ്ങി കിട്ടിയാണ്. പ്രാവശ്യം ഇവനാണല്ല വീണ്ടും. പക്ഷെ ഇവന് ഭയങ്കര ദേഷ്യം കേട്ട് നോ ബെഡ് ബ്രേക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവനിപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടല്ല ഇവൻ പ്രോയെന്ന് വിചാരിച്ചാൽ അവൻ കറങ്ങിയിട്ടുണ്ടാവും. എന്തെന്നാ ഇപ്പോൾ പറഞ്ഞ കേട്ടല്ല. അപ്പം ഞാൻ പറയും ഓക്കെ എന്ന്. പക്ഷെ എന്തായാലും അവൻ പറയും ഞാൻ വീണ്ടും അതാ പറയാൻ പോണേന്ന്. എൻ്റെ അവൻ ബെഡ് ബ്രേക്ക് തന്നെ കളിക്കും ഈ പ്രാവശ്യം. ഈ പ്രാവശ്യത്തിൽ ഞാൻ മണ്ടത്തരം കാണിക്കുമോ നോക്കുമോ ഇതിനാണ് പറയണത് മണ്ടത്തരാണ്. പക്ഷേ ഈ കളിയിൽ അവൻ തന്നെ കൊല്ലാത്തേന്ന് ആലോചിക്കുമ്പോഴാണ് ആ പൊട്ടനും ഒന്ന് പറഞ്ഞിട്ടൊക്കെ വരണ്ടേ. ഞാൻ ആലോചിക്കുമ്പോഴാണ് അവനെ പൊട്ടൻ വെറുതെ ഇടിച്ച് എന്നെ ഇടിച്ച്. പിന്നെ ഞാൻ ലൈഫ് ബോട്ട് ക്യാപ്ചർ ദ ഫ്ലാഗിലാണ് അക്കർസിനൊക്കെ കൊന്നിട്ടുണ്ട്. ലൈഫ് ബോട്ടിലെ നോക്ക് ബാക്ക് എനിക്ക് ഇത്തിരി പ്രോയാണ് ആ നോക്ക് ബാക്ക്. കാരണം ഫസ്റ്റ് തൊട്ട് കളിക്കണ സെർവർ അതല്ലേ. മണ്ടൻ തന്നെ കേട്ടാ. ഞാൻ ഉന്തിയിടും. ഇവനെന്താ 55 കിലോ ഉണ്ടോ. ഞാൻ ഉന്തിയിടും പക്ഷെ അവൻ വീയൂല. അവൻ 500 കിലോ ഉണ്ട് തോന്നുന്നു. കണ്ട അവൻ വീണില്ല. അവിടെ തന്നെ ഉണ്ട്. അവൻ്റെ ഹാർട്ട് പോയി. പക്ഷെ അവൻ അത്ര വെയിറ്റ് ഉണ്ടോ എന്നേലും വെയിറ്റ് ഉണ്ടോ അറിയാൻ പറ്റും. പക്ഷെ മൈൻക്രാഫ്റ്റ് വെയിറ്റ് ഉണ്ടോ. വേറൊരുത്തനുണ്ടായിരുന്നല്ലോ RKOP എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കളി വന്നില്ലേ. അവന് നോർമൽ മോഡ് മാത്രമേ വരുള്ളൂ. അവൻ എന്തോ റാങ്ക് ഉണ്ടെന്ന് തോന്നുന്നു. അവൻ എന്ത് വോട്ട് ചെയ്താലും അത് വരും. പ്രാവശ്യം എന്നെ കൊല്ലും. എനിക്കറിയില്ല ഈ പ്രാവശ്യം എന്താ ഞാൻ നൂബായിട്ട് കളിക്കണമെന്ന്. അപ്പോൾ പെട്ടെന്ന് ഞാൻ നൂബായി പോയില്ലേ. ഇവനെന്നെ കൊല്ലും ഉറപ്പാ. കൊന്നില്ല, സോറി മറന്നു കേൾക്കാൻ. ഇത്തിരി നൂബായി പോയില്ല ഞാൻ പെട്ടെന്ന്. അത് വേറെ അറിയാം. ക്ലച്ചിൽ ഞാൻ നൂബില്ല. എനിക്കിപ്പോൾ ക്ലച്ച് അറിയത്തിരി. ബ്ലോക്കൊക്കെ വീഴാൻ നേരത്ത് ബ്ലോക്ക് വിട്ട് രക്ഷപ്പെടൂലേ. അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്കറിയില്ല, ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചതാണ്. അവനാ പൊട്ടൻ ചാടാൻ വേണ്ടി ഞാൻ ഇത്തിരി ബുദ്ധിപരമായി നീങ്ങിയതാണ്. പക്ഷെ അവൻ പറഞ്ഞിട്ട് ഇതെനിക്ക് ദേഷ്യം കയറിയപ്പം ഞാൻ പിന്നെ പറയണമെന്ന് ആലോചിച്ചിരുന്നത് മറന്നുപോയി. അങ്ങനെയാണല്ലോ ഞാൻ ഒട്ടത്തര കാണികൾ. പ്രാവശ്യം വരും. അവൻ ഫയർ ബോളും കൊണ്ട് വരും. ഞാൻ ഫയർ ബോൾ എടുത്ത് അവൻ്റെ മുഖത്തെറിഞ്ഞു കൊടുക്കും. പക്ഷെ അവൻ എന്നെ ഫയർ ബോൾ എറിയും. പക്ഷെ എനിക്ക് ഒന്നും പറ്റൂല. TNT ഉണ്ടോ കേട്ടോ. TNT ഉണ്ടോ. ബെഡ് പൊട്ടിച്ച് കഴിയുമ്പോഴാണ് കണ്ടോ 2 TNT ഒക്കെ ഇടാന്ന് കാണൂല. ഒരു TNT ഇട്ടിട്ട് പൊട്ടിയില്ല. രണ്ടാമത്തെ ഇല പൊട്ടിയ തീർന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒറ്റ പൊട്ടണ തീർത്ത് തന്നെ ഞാൻ തരാം. അവന് CPS ഉണ്ട് കേട്ടോ. നല്ലോണം CPS ഉണ്ടവന്. ഭയങ്കര CPS ആണ്. അവൻ്റെ ഹിറ്റ് എന്നേലും മുമ്പ് കൊള്ളണ്ട എനിക്ക്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം CPS നമ്മുടെ ഓപ്പോണൻറ്റിന് നമ്മളേലും കൂടുതലുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ അടിയാ ഫസ്റ്റ് കൂടുതൽ കൊള്ളണമെങ്കിൽ അതിൻ്റെ അർത്ഥം CPS നമ്മുടെ കൂടുതൽ. അവൻ്റെ CPS ഇത്തിരി കൂടുതലാണ്. പക്ഷെ CPSനേലും മാറ്റർ ചെയ്യണം എയിമും മൂവ്മെൻറ്റുമാണ്. എൻ്റെ അത് അവനേലും നല്ലതാണ്. CPSന് ക്ലിക്കിങ് മെത്തേഡാണ്. അവൻ ബട്ടർഫ്ലൈ ആണെന്ന് തോന്നുന്നു. ബട്ടറല്ല, ക്രിറ്റ് അടിക്കണമെങ്കിൽ പിന്നെ 3 ഫിംഗർ PvP ആയിരിക്കും. പക്ഷെ ഞാൻ 2 ഫിംഗർ PvP ആണ്. അതിലാണ് ഞാൻ പ്രോ. എൻ്റെ വിചാരം എന്താ എൻ്റെ കയ്യിൽ ആളിഞ്ഞെന്നാ. ഡെയിലും ഉണ്ടാണ്. ഇപ്പോൾ ഒരു ഫയർ ബോൾ ഇറങ്ങി അവൻ തീർന്നാനെ. അപ്പോൾ അവൻ അവിടെ തന്നെ തട്ടിയാണ്. ഞാൻ എന്ത് പൊട്ടത്തരം ഇപ്പോൾ കാണിച്ചിരുന്നു. ഇതെൻ്റെ പൊട്ടത്തരാണോ അതോ എൻ്റെ പൊട്ടത്തരാണോ. ഇതിൽ ഇവനാ ജയിക്കുള്ളൂ ഉറപ്പാണ്. അല്ലല്ല കണ്ടോ അത് ജയിക്കുമെന്നറിയാം. ഞാൻ പറഞ്ഞില്ലേ ഇതിലും അവൻ തന്നെ വരൂ. കണ്ട ഇവൻ ഇല്ല, സോറി ഇത് ഇവനല്ല. അടുത്തതിൽ മറ്റവൻ വരും RKOP. ഗൈസ് പിന്നെ ഈ ടെക്സ്ചർ പാക്കിൽ ആ സ്കൈ കണ്ടില്ല അടിയിലത്തെ AlienXൻ്റെ സ്കിന്നിൻ്റെ കളർ പോലില്ലേ. AlienX ബണ്ടല്ല അല്ല അതങ്ങനെയൊക്കെ വീണ്ടും ബ്ലാക്കായ ടവർ കണ്ടാതെ AlienX ഓടാനുള്ള. അയ്യോ ഇത് ഫുള്ളും ക്യാപ്ചർ ആയില്ല. ഞാൻ പറഞ്ഞില്ലേ റെക്കോർഡ് ഫുള്ളും വന്നില്ലെന്ന്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.